അമ്മ ഈ ഭൂമിയിലെ ഏറ്റവും വിശുദ്ധമായ പദം. സ്വന്തം ജീവൻ നൽകിയും കുഞ്ഞിനെ കാത്തുരക്ഷിക്കുന്നവൾ. എന്നാൽ ആ അമ്മ എന്ന വാക്കിനെ പോലും അർത്ഥശൂന്യമാക്കുന്ന, കേൾക്കുന്ന ഏതൊരു മനുഷ്യൻ്റെയും കരളലിയിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ആലപ്പുഴ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ നിന്നും പുറത്തു വന്നത്. അവിവാഹിതയായ ഒരു 19കാരി പ്രസവിച്ച ഉടൻ തൻ്റെ ചോരക്കുഞ്ഞിനെ ഇരുളിൻ്റെ മറവിൽ ജനൽപാളികളിലൂടെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞിരിക്കുന്നു. വയറ്റിൽ ചുമന്ന ആ കുഞ്ഞിൻ്റെ ആദ്യത്തെ കരച്ചിൽ ഈ ലോകം കേൾക്കും മുൻപേ അതിൻ്റെ വായ് മൂടിക്കെട്ടി താഴേക്ക് എറിയുമ്പോൾ ആ പെൺകുട്ടിയുടെ കൈകൾ വിറച്ചു കാണില്ലേ? മനക്കട്ടിയുള്ളവർക്ക് മാത്രം കേൾക്കാൻ കഴിയുന്ന ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ കണ്ണീരിൻ്റെ കഥയാണിത്. കഴിഞ്ഞ ദിവസമാണ് കഠിന വയറുവേദനയും പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി സ്വന്തം സഹോദരിയുടെ കൂടെ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിലെത്തുന്നത്. അപ്പോഴും താൻ ഗർഭിണിയാണെന്ന കാര്യം ആ പെൺകുട്ടി സ്വന്തം കുടുംബത്തിൽ നിന്നും ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർമാർക്ക് പരിശോധനയിൽ ചില സംശയങ്ങൾ തോന്നിയിരുന്നു. കാരണം അവൾ മെഡിക്കൽ പരിശോധനകളോട് ഒട്ടും സഹകരിച്ചിരുന്നില്ല. ഒബ്സർവേഷൻ റൂമിലേക്ക് മാറ്റിയതിന് ശേഷമാണ് ആ കറുത്ത അധ്യായം തുടങ്ങുന്നത്. വേദന സഹിക്കാനാവാതെ അവൾ അടിക്കടി ബാത്റൂമിലേക്ക് പോയി. ഒടുവിൽ ആരും കാണാതെ, ആരും കേൾക്കാതെ ആ ബാത്റൂമിൻ്റെ അകത്തു നിന്നും ആ പെൺകുട്ടി പ്രസവിക്കുകയായിരുന്നു. ആ കുഞ്ഞ് ആദ്യമായി ശ്വാസമെടുത്ത് കരയാൻ തുടങ്ങിയ ആ നിമിഷത്തിലാണ് ഒരു അമ്മയുടെ ഉള്ളിലെ വന്യമായ ക്രൂരത ഉണർന്നത്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഏതൊരു അമ്മയും ആദ്യം ചെയ്യുന്നത് അതിനെ നെഞ്ചോട് ചേർക്കുകയാണ്. തൻ്റെ ജീവനായ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ ഉമ്മകൾ നൽകും. എന്നാൽ ഇവിടെ ആ 19 വയസ്സുകാരി ആ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്തതുമില്ല, അതിനൊരു തുള്ളി മുലപ്പാൽ നൽകിയതുമില്ല. തൻ്റെ പാപത്തിൻ്റെ പ്രതീകമെന്നോണം, നാണക്കേട് മറയ്ക്കാനെന്നോണം അവൾ ആ കുഞ്ഞിനെ നോക്കി. തൊട്ടടുത്ത നിമിഷം ആ ബാത്റൂമിൻ്റെ ജനൽപാളി അവൾ തുറന്നു. താഴെ ഇരുട്ടാണ്. ഉയരത്തിൽ നിന്നും താഴേക്ക് വീണാൽ കുഞ്ഞ് മരണപ്പെട്ടു പോകുമെന്നും അവൾക്കറിയാമായിരുന്നു. എന്നിട്ടും ഒട്ടും മടിക്കാതെ, അല്പം ദയയില്ലാതെ ആ പിഞ്ചു കുഞ്ഞിനെ അവൾ വാതിലിലൂടെ പുറത്തേക്ക് ഒരേറ് നൽകി. ദൈവമേ, പൊക്കിൽ കൊടി പോലും മുറിച്ചു മാറ്റാത്ത, കണ്ണുകൾ പോലും നേരെ തുറക്കാത്ത ആ കുഞ്ഞ് അന്തരീക്ഷത്തിലൂടെ താഴേക്ക് പതിക്കുമ്പോൾ അത് അനുഭവിച്ച വേദന എത്ര മാത്രമായിരിക്കും. അവൾ ആ കുഞ്ഞിനെ എറിഞ്ഞത് വെറുമൊരു മണ്ണിലേക്കല്ല, രാത്രി കാലങ്ങളിൽ തെരുവ് നായ്ക്കൾ കൂട്ടത്തോടെ വിരഹിക്കുന്ന താലൂക്ക് ആശുപത്രിയുടെ വിജനമായ പുറകുവശത്തേക്കാണ്. ചിന്തിച്ചു നോക്കൂ, ഒരു അമ്മയുടെ സ്നേഹവും കരുതലുമേൽക്കേണ്ട ആ കുഞ്ഞ്, ചോര മണക്കുന്ന ആ ശരീരം രാത്രിയിൽ അവിടെയെങ്ങാനും തെരുവ് നായ്ക്കളുടെ കണ്ണിൽ പെട്ടിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? എല്ലും മാംസവും കടിച്ചു കീറുന്ന ആ തെരുവ് നായ്ക്കളുടെ ഭക്ഷണമായി ആ കുഞ്ഞ് മാറുമായിരുന്നു. ഒരുപക്ഷെ രാവിലെ നമ്മൾ കേൾക്കുന്നത് ജീവനുള്ള ഒരു കുഞ്ഞിൻ്റെ വാർത്തയായിരിക്കില്ല, പകരം നായ്ക്കൾ കടിച്ചു കീറിയ കുറച്ചു മാംസ കഷ്ണങ്ങളുടെ വിവരമായിരിക്കും. കൊലപ്പെടുത്താൻ അമ്മ തീരുമാനിച്ചെങ്കിലും ആ കുഞ്ഞിനെ കാക്കാൻ ദൈവത്തിൻ്റെ ഒരു കരമുണ്ടായിരുന്നു. വീഴ്ചയുടെ ആഘാതത്തിലും ആ കുഞ്ഞ് ഉറക്കെ കരഞ്ഞു. ആ കരച്ചിൽ കേട്ടത് ആശുപത്രിയിലെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നഴ്സുമാരും ജീവനക്കാരുമാണ്. അവർ ഓടിച്ചെന്ന് നോക്കുമ്പോൾ കണ്ടത് ചോരയിൽ കുളിച്ച് മണ്ണിൽ കിടക്കുന്ന ആ മാലാഖ കുഞ്ഞിനെയാണ്. അവിവാഹിതയായതുകൊണ്ട് സമൂഹം എന്തു പറയുമെന്ന ഭയമായിരിക്കാം അവളെ ഇതിന് പ്രേരിപ്പിച്ചത്. പക്ഷേ ചോരക്കുഞ്ഞിനെ ജനാലിലൂടെ എറിഞ്ഞു കൊല്ലാൻ ശ്രമിച്ച ആ ക്രൂരതയ്ക്ക് നിയമത്തിൻ്റെ മുന്നിലും ദൈവത്തിൻ്റെ മുന്നിലും യാതൊരു മാപ്പുമില്ല.